മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വസീദ് രംഗത്തെത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തോട് നന്ദി അറിയിച്ചിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിലെ നിലവിലെ ഭരണകൂടമായിട്ടുള്ള സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടമാണ്. അവരെല്ലാം കൂടി വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഷെയ്ഖ് ഹസീനെ അങ്ങ് തൂക്കിക്കൊല്ല നടത്തും എന്നുള്ള രീതിയിൽ, വധശിക്ഷ നടപ്പിലാക്കും എന്നുള്ള രീതിയിൽ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി. അതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തോട് ഔദ്യോഗികമായിട്ട് അവർ ഷെയ്ഖ് ഹസീനയെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനോട് നമ്മുടെ രാജ്യം മുഖം തിരിഞ്ഞു നിന്നു എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് സ്വന്തം മാതാവിനെ ബംഗ്ലാദേശിലെ നീചർക്ക് വിട്ടുകൊടുക്കാത്തതിനാണ് നമ്മുടെ ഭരണാധികാരി നരേന്ദ്രമോദിക്ക് ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ മകൻ രംഗത്തെത്തിയത്. അദ്ദേഹം രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്, ജനാധിപത്യത്തിന്റെ കശാപ്പുകാരനായിട്ടുള്ള മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല ഭരണകൂടം ഇപ്പോ ലഷ്കർ-ഇ തൊയ്ബയെ പോലും ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ, വലിയ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാനുള്ള സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ അദ്ദേഹം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ മുഹമ്മദ് യൂനുസിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നരനായാട്ടാണ് ബംഗ്ലാദേശിൽ ഈ അട്ടിമറി നടന്ന സമയം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ വളരെ ലളിതല്ലേ? നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണില് ഔട്ട് ഓഫ് ഫോക്കസ്, അതായത് അടുപ്പ് കൊട്ടി ചർച്ചയില് അവര് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട സമയത്ത് തന്നെ എന്താ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പിറന്നത് പുതിയ ബംഗ്ലാദേശ്. അതായത് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ സംവിധാനമാണ് ഷെയ്ഖ് ഹസീന ഭരണകൂടം എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ആ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ കലാപകാരികൾ കലാപം അയച്ചുവിട്ട് ഷെയ്ഖ് ഹസീനയെ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളെ പോലും അപമാനിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് അടുപ്പ് കൂട്ടിക്കാര്, മീഡിയ വണ്ണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടുപ്പ് കൂട്ടിക്കാര് ചർച്ച ചെയ്തിട്ടുള്ളത് പിറന്നത് പുതിയ ബംഗ്ലാദേശ്. ഇവിടെ കിടന്ന് ഇവരുടെ സംഘടനയായിട്ടുള്ള ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ കൊടുത്തതാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയാം. ഈ ഔട്ട് ഓഫ് ഫോക്കസുകാരെ ഈ പറയുന്ന ഈ അടുപ്പ് കൂട്ടിക്കാരൊന്നും ഒരു ജനാധിപത്യത്തെയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതും ഇതിലൂടെയൊക്കെ സകല ആളുകൾ തിരിച്ചറിയാം. കലാപമുണ്ടാക്കി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാർ സംവിധാനത്തെ ഓടിക്കുമ്പോൾ പോലും ആഘോഷിക്കുക ആരാണ്? കലാപകാരികളെ അനുകൂലിക്കുന്നവർക്കല്ലേ അത്തരത്തിൽ ആഘോഷിക്കാൻ സാധിക്കോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുള്ളത്. പ്രത്യേകിച്ച് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ, ബംഗ്ലാദേശിലെ മുസ്ലിം ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനക്കൊരു അപകടം വന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകള്, ജിഹാദി സംഘടനകള് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ ഓടിക്കുന്ന സമയത്ത് ഷെയ്ഖ് ഹസീനക്ക് മറ്റൊരു രാജ്യത്തെ കുറിച്ചും ഒരു ചിന്തയും വന്നിട്ടില്ല. അവര് നേരിട്ട് വന്നത് ഇന്ത്യൻ സൈനിക വിമാനത്താവളത്തിലേക്കാ. ഓരോ ആളുകളും തിരിച്ചറിയണോ, 50-ലധികം മുസ്ലിം ഭൂരിപക്ഷം രാജ്യങ്ങളുള്ള ഈ ലോകത്ത് ഷെയ്ഖ് ഹസീന എന്ന മുസ്ലിം ഭരണാധികാരിക്ക് ഒരു അപകടം, ജിഹാദി ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള കലാപകാരികളിൽ നിന്നൊരു അപകടം വന്ന സമയത്ത് ഒരു ചിന്ത പോലുമില്ലാതെ, മറുചിന്ത പോലുമില്ലാതെ ഷെയ്ഖ് ഹസീന പറന്നെത്തിയത് നമ്മുടെ രാജ്യത്തേക്ക്, നരേന്ദ്ര ഭാരതത്തിലേക്ക് എന്നുള്ളത് സകല ആളുകളും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിയണോ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു മതത്തിനെതിരല്ല, ഭീകരവാദികളെ, തീവ്രവാദികളെ, ജിഹാദികളെ മാത്രമേ നമ്മുടെ ഭരണകൂടം എതിർക്കൂ. ഷെയ്ഖ് ഹസീനക്ക് പോലും 1000 തവണ ഉറപ്പായിരുന്നു
എന്നെ സംരക്ഷിക്കുക നരേന്ദ്രമോദി സർക്കാരാണ്. മറ്റൊന്നും ആലോചിക്കാതെ അവർ പറന്നിറങ്ങിയത് നരേന്ദ്രമോദി ഭരിക്കുന്ന നമ്മുടെ ഭാരതത്തിലേക്ക്. ഇന്നും അതേ നരേന്ദ്രമോദിയെ വിശ്വസിച്ച് തന്നെയാണ് ഷെയ്ഖ് ഹസീന നമ്മുടെ രാജ്യത്ത് ഇന്ന് മുന്നോട്ട് പോകുന്നത്. പിന്നെ ബംഗ്ലാദേശിന് തന്നെ അറിയാം, നമ്മുടെ രാജ്യത്തെ ഒന്നും വിരട്ടാൻ പോയിട്ട് ഒന്ന് ചൊറിയാൻ പോലും അവരൊന്നും നിൽക്കില്ല. അവർക്കതറിയാം. നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഭാരതം എന്ന് പറയുന്നത് തൊട്ടാലൊന്ന് പഠിക്കും എന്നുള്ളത് ബംഗ്ലാദേശ് അല്ല, പാകിസ്ഥാൻ അല്ല, ലോകത്തുള്ള സകല ഈ രാജ്യങ്ങളും തിരിച്ചറിഞ്ഞതാ. പിന്നെ മുഹമ്മദ് യൂനുസ് ഒക്കെ ഈ രംഗത്തെത്തിയിട്ട് ഇത് തരണമെന്നൊക്കെ ഔദ്യോഗികമായിട്ടൊക്കെ ആവശ്യപ്പെടുന്നതിൽ അവരുടേതായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് ഇന്ത്യ വിരുദ്ധത ബംഗ്ലാദേശിൽ ആളിക്കത്തിക്കാനാണ് ഈ ചോദ്യമൊക്കെ ആയിട്ട് മുഹമ്മദ് യൂനുസ് രംഗത്തെത്തുന്നത്. മാത്രമല്ല പാകിസ്ഥാനെ ഒന്ന് സുഖിപ്പിക്കണം, തുർക്കിയെ ഒന്ന് സുഖിപ്പിക്കണം. ഇവരൊക്കെയാണ് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ സഹായിക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് മുഹമ്മദ് യൂനുസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് യൂനുസ് ഒക്കെ ഈ രംഗത്തെത്തിയിട്ട് ഒന്ന് ഷെയ്ഖ് ഹസീനയെ വിട്ടുതരൂ എന്നൊക്കെ ഔദ്യോഗികമായിട്ടൊക്കെ റിക്വസ്റ്റ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഷെയ്ഖ് ഹസീനയുടെ അടുത്ത് പോലും എത്താൻ ബംഗ്ലാദേശിലെ ഒരാൾക്കും സാധിക്കില്ല, ബംഗ്ലാദേശിലെ ഒരു സംവിധാനത്തിനും സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ആർക്കെങ്കിലും സംരക്ഷണം കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചാൽ ലോകത്തേത് രാജ്യം തിരിഞ്ഞു നിന്നിട്ടും ഇന്നത്തെ ഭാരതത്തോട് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതും അഭിമാനത്തോടു കൂടി ഓരോ ഭാരതീയനും തിരിച്ചറിഞ്ഞോളൂ. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഷെയ്ഖ് ഹസീനയുടെ മകൻ രംഗത്തെത്തിയിട്ട് നരേന്ദ്രമോദിയോട് നന്ദി പറഞ്ഞതും ഒരു മുസ്ലിം ഭരണാധികാരി ലോകത്ത് 50-ലധികം മുസ്ലിം ഭൂരിപക്ഷ ഈ രാജ്യങ്ങൾ ഉണ്ടായിട്ടും ഓടിയെത്തിയത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലേക്കാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയണം. ഇനി ഗൾഫ് രാജ്യങ്ങള് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെയാ സ്വീകരിക്കുന്നത്? സൗദി അറേബ്യ, UAE, അങ്ങനെ എണ്ണം പറഞ്ഞ സകല രാജ്യങ്ങളും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവരവരുടെ രാജ്യങ്ങളിലെ പരമോന്നത പുരസ്കാരം കൊടുത്തുകൊണ്ട് തന്നെയാ സ്വീകരിക്കാറുള്ളത്. നരേന്ദ്രമോദിയെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ തന്നെ വളരെ പ്രിയപ്പെട്ടവനാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. സൗദി അറേബ്യയിലെ രാജാവ് ഉൾപ്പെടെ, UAE രാജാവ് ഉൾപ്പെടെ നമ്മുടെ പ്രധാനമന്ത്രിയെ ഏറെ പ്രിയപ്പെട്ടവനായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം നമ്മുടെ കേരളത്തില് കുറെ സുഡാപ്പികൾ രംഗത്തെത്തിയിട്ട് മോദി മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്നൊക്കെ പറയുന്നത്. ബോധമുള്ള ഓരോ മലയാളിയും അതൊക്കെ എടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചവറ്റുകൊട്ടയിലേക്ക് എറിയും എന്നുള്ളതും ഇത്തരം സുഡാപ്പികളൊക്കെ തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.